ഹലോ മക്കളെ ഇപ്പം എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ഇതാ, എക്സാം ടൈറ്റ് ആവുമോ സാറേ? എക്സാം ടൈറ്റ് ആവുമോ? ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. എക്സാം ടൈറ്റ് ആവുമോ എന്ന് ചോദിച്ചു. സാറേ, ഞങ്ങളെ പ്ലസ് ടുക്കാരത് എക്സാം ഭയങ്കര ടൈറ്റ് ആണെന്നാണ് കേട്ടത്. ഞങ്ങളതും അതുപോലെ ആവോ? പേടിയാ. എന്നിട്ട് അതും ചിന്തിച്ചിരിക്കുക, പഠിക്കണമൊന്നുമില്ല. ഓക്കെ മക്കളെ, നമുക്കത് പറയാൻ പറ്റില്ല. എക്സാം ടൈറ്റ് ആവോ സിമ്പിൾ ആവോ എന്നൊന്നും അതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ അതിനൊരു എക്സാം എന്ന് വിളിക്കാനും പറ്റില്ല. അത് പറയാൻ പറ്റരുത്. അങ്ങനെയാകുമ്പോഴേ എക്സാം ആവുള്ളൂ. ഓക്കെ, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലൈവുകളും കാര്യങ്ങളും ഇതാ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ ഇന്നലെയും ഇന്നും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചാപ്റ്റർ എടുത്ത് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അടക്കം ചിലതൊക്കെ പറഞ്ഞ് ഇനി നാളെ ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്ക്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എക്സാം സിമ്പിൾ ആവോ ടൈറ്റ് ആവോ എന്നുള്ള അടുത്ത സ്റ്റെപ്പല്ലേ. അത് നമുക്ക് അവിടെ ഗോതയിൽ വെച്ച് കാണാം. മക്കളെ കേട്ടോ, നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ? ചിലർ ഫസ്റ്റത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 വേർഡ് മാർക്കിൽ ചോദിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ടൈറ്റ് ആകുമ്പോൾ തന്നെ വിലയിരുത്തും, എക്സാം പൊട്ടി, ഞാൻ പൊട്ടി. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പറയും, ഞാൻ പൊട്ടി, തീരുമാനമായി, എക്സാം തീരുമാനമായി, പോവാണ്, തീരുമാനമായി എന്ന് പറയും. ഓക്കെ, എടാ ആ ഒരു 5 ക്വസ്റ്റ്യനും കൊണ്ടല്ല ആ ഒരു എക്സാം കഴിയുന്നില്ല. ആ ഒരു 5 മാർക്കിന് 4 മാർക്കിന് മാത്രമേ ആ ക്വസ്റ്റ്യൻ ഉള്ളൂ. ബാക്കിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തും കാണാൻ കഴിയും, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാൻ കഴിയും. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. നിങ്ങൾ ആ ഒരു ചിലവരുണ്ട്, സാറേ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ള ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് പോകും, പിന്നെ എന്താ ചെയ്യാന്നറിയില്ല, അതുകൊണ്ട് ഫുള്ള് പിന്നെ തെറ്റിച്ച് വയ്ക്കും. എടാ അതാണ് പ്രശ്നം. നമ്മുടെ കോൺഫിഡൻസും നമ്മളുടെ പേടിയാണ് നമ്മളെ എക്സാം ടൈറ്റ് ആക്കുന്നത്. ഇപ്പോൾ പ്ലസ് ടുക്കാരായാലും പല ക്വസ്റ്റ്യൻസും അറിയുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അറിയാത്ത ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിലാണ് ഈ അറിയുന്ന ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം നന്നായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. തൊട്ടപ്പുറത്തിരിക്കണവൻ്റെ മുഖം ഇങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എക്സാം ടൈറ്റ് നമ്മളതിനോട് വിലയിരുത്തി കേട്ടോ. എക്സാം ടൈറ്റ് ആവാം സിമ്പിൾ ആവാം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും. അത് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യണം. അതാണ് വേണ്ടത്. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആളുടെ ഇംപ്രഷൻ എടുക്കാൻ നോക്കണം. അവർ വെറും ഒരു നമ്പർ കൊണ്ട് മാത്രം, നിങ്ങളുടെ പേരോ അഡ്രസ്സോ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് പോലും അതിലുണ്ടാവില്ല. ഓക്കെ, വെറും ഒരു രജിസ്റ്റർ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതാ. ആ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ പേപ്പർ നോക്കുന്ന ആളെ നിങ്ങളുടെ ഫാനാക്കി മാറ്റണം. അതാണ് പ്രോപ്പർ ഷെഡ്യൂളിങ്. അതെന്താ, നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ പറയുന്നത് തന്നെ, അറിയുന്നത് ആദ്യം എഴുതണം മക്കളെ. ഫസ്റ്റ് പേപ്പർ മൊത്തം അറിയുന്ന കാര്യങ്ങൾ മാത്രം പക്കാ ശരിയായത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാവുമ്പോൾ 1ാമത്തെ ശരി, 2ാമത്തെ ശരി, 3ാമത്തെ ശരി, 4ാമത്തെ ശരി, 5ാമത്തെ തെറ്റായി കഴിഞ്ഞാലും ആ സാർ വിചാരിക്കും, ഈ കുട്ടി ഇത്രയും ചെയ്തു, അപ്പോൾ എവിടെയെങ്കിലും ഒരു മാർക്ക് ഇടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മൂപ്പരിട്ട് തരും കേട്ടോ. ഓക്കെ, എല്ലാവരും സാറന്മാർ 99% പേരും എന്തുതന്നെയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവർ തന്നെയാണ്. ഓക്കെ, 99.99% പേരും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സാറേ എല്ലാവരും അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും ഇല്ലല്ലോ. ഓക്കെ, ഒരു 99.99% നിങ്ങളെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സാറന്മാർ തന്നെയാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, എല്ലാവരും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ അതെന്തായിരിക്കും, അത് ഷെഡ്യൂൾ ചെയ്യുക, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഇതാണ് നമ്മുടെ സെറ്റാക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇനി വേറെ ചാൻസ് വിചാരിച്ചു നോക്കിയേ, 1ാമത്തെ തെറ്റ്, 2ാമത്തെ തെറ്റ്, 3ാമത്തെ തെറ്റ്, 4ാമത്തെ തെറ്റാണെങ്കിൽ 5ാമത്തെ കാര്യം ഒന്ന് ചിന്തിക്കും. ഇത് ശരിയാണെങ്കിലും ഒന്ന് ചിന്തിക്കും. കാരണം ഇത്രയും ഇപ്പോൾ തെറ്റിച്ച സ്ഥിതിക്ക് എങ്ങനെയപ്പോൾ ഇതെങ്ങനെയപ്പോൾ ശരിയായത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരും. അതാണ് സൈക്കോളജി മക്കളെ കേട്ടോ. അതുകൊണ്ടാണ് ഈ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുകയെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, പാനിക്കാവരുത്. നിങ്ങൾ ഒരിക്കലും മക്കളെ പാനിക്കാവരുത്. നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ വിചാരിച്ചോ, ഈ എക്സാം ഭയങ്കര ടഫായിരിക്കും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, ബോധം കെട്ട് വീഴരുത് കേട്ടോ. അതിന് മുന്നേ തന്നെ അങ്ങനെ വിചാരിച്ച് കയറി പോവാം കേട്ടോ. എന്തായാലും ടഫായിരിക്കും. ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് അതിനെനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പക്കയായി എഴുതും എന്ന് സെറ്റാക്കാം. ഓക്കെ.
പിന്നെ ഫുൾ മാർക്കൊക്കെ വാങ്ങുന്ന നല്ലോണം പഠിച്ചെത്തിയവരൊക്കെ ഉണ്ടാവും. ഓൾക്കൊക്കെയാണ് ഈ പ്രശ്നം വരിക. അയ്യോ സാറേ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു എന്നിട്ടും എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല. ഇപ്പോൾ കെമിസ്ട്രീൻ്റെ +2 എക്സാം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ടഫാണെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ടഫ്, ഈ കേരളത്തിൻ്റെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ ഒരു പ്രശ്നമല്ല മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പരിശ്രമിക്കുക, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രമിക്കുക, നമുക്ക് കിട്ടുന്നവരെ ശ്രമിക്കുക, അതാണ് വേണ്ടത്. എൻ്റെ ചേച്ചീൻ്റെ മോൻ, അവന് ഈ മുറങ്കരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മുറങ്ങ ഇങ്ങനെ വെച്ചിട്ട് കിളീനെ പിടിക്കാതിരിക്കും. ഇവൻ രാവിലെ മുതൽ വൈകുന്നേരം ആ മുറത്തിൻ്റെ ഇവിടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, മുറങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വയ്ക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തീറ്റ ഇട്ട് കൊടുക്കും, എന്നിട്ട് അതിന് ഒരു നൂല് കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചിരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കും. എപ്പോഴെങ്കിലും തീറ്റ ഉണ്ടാവില്ല, കിളികളും വന്നെങ്കിൽ അതാണ് വലിച്ചു കഴിഞ്ഞാൽ ആ സാധനം ചാടും. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം. ഇവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വേഗം 1 ദിവസം കിട്ടില്ല, 2 ദിവസം കിട്ടില്ല, 3 ദിവസം കിട്ടില്ല, 4 ദിവസം കിട്ടില്ല. ഇവൻ പക്ഷെ ശ്രമം അവസാനിപ്പിക്കില്ല. ഇവൻ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഒരാളെ കിട്ടുന്നു. പക്ഷെ കിട്ടുന്ന പിന്നെ എന്ത് ചെയ്യുമോ, അത് എടുക്കാൻ പോകുന്ന സമയത്ത് അത് പാടിപ്പോകുന്നു. പിന്നെ രാവിലെ തൊട്ട് തന്നെ എത്ര കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ആ ഒരു ശ്രമിക്കാനുള്ള കഴിവ്, ഒരു 10 വയസ്സുകാരനായ അവന് അത്രയും ഒരു ക്ഷമ ഉണ്ടെങ്കിൽ, അത്രയും ഒരു ശ്രമിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ മക്കളെ, നിങ്ങളതുപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി പക്കയായി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വരും പോലെ വരട്ടെ. എക്സാം സിമ്പിളാവട്ടെ, ഒന്നെങ്കിൽ ബുദ്ധിമുട്ടാവട്ടെ, നമ്മൾ അവിടെ വെച്ച് ഗോതയിൽ വെച്ച് കാണാം. എടാ ഗോതയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിച്ചെല്ലടാ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ സാറേ ആദ്യം തൊട്ട് പഠിക്കാൻ പറ്റുമോ, ആദ്യം മുതൽ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അതൊന്നും നമുക്ക് നടക്കില്ല. നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ പക്കയായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. നമ്മൾ എക്സാമിനേഴ്സ് ഫുള്ള് കവർ ചെയ്യുന്ന, ഞാനും ജസീൽ സാറും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ 1-2 ദിവസമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നാളെ ഇനി ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസും മറ്റന്നാൾ ബൂസ്റ്ററൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒന്നും ആവാത്ത ആളുകൾക്ക് തന്നെ ഒരു ഹീറോ ആവുന്ന രീതിയിൽ 0 to ഹീറോ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം മക്കളെ ശ്രദ്ധിച്ചോ. അറിയുന്ന സാധനങ്ങൾ ആദ്യം എഴുതി സെറ്റാക്കി വെക്കണം. പിന്നെ ഫുൾ കോൺഫിഡൻസോടെ ആയിരിക്കണം എക്സാം എഴുതേണ്ടത്. ബുദ്ധിമുട്ടുള്ള 1-2-3 ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും അപ്പം നമ്മൾ തളർന്ന് വീഴരുത്, നമ്മൾ അപ്പം പിടിച്ചു നിൽക്കണം. അങ്ങനെ പിടിച്ചു നിൽക്കുന്നവനെ എത്ര ബുദ്ധിമുട്ടായ എക്സാമിനും തനിക്ക് പറ്റുന്ന മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. തളർന്ന് വീണാൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് കൂടി തെറ്റിച്ച് കളയും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ +1 ക്വസ്റ്റ്യൻ ചിലപ്പോൾ സിമ്പിൾ ആവാം, അതുപോലെ തന്നെ ബുദ്ധിമുട്ടാവാം. അതൊരു ചാൻസ് ഉണ്ട്, സിമ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്, മറ്റേതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ +2 ഒരിക്കലും മക്കളെ സിമ്പിൾ ആവില്ല, ഉറപ്പിച്ചോ. ഇപ്പം തന്നെ ഉറപ്പിച്ചോ. കാരണം കുറേ എക്സാമുകളായി നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, സൈന് കാണിച്ച് തരുന്നുണ്ട്. ഒരിക്കലും +2ൻ്റെ എക്സാം സിമ്പിൾ ആവില്ല. കാരണം സ്റ്റാൻഡേർഡ് കുറച്ച് പഠിച്ച് സ്റ്റാൻഡേർഡ് സെറ്റായ കുട്ടികൾ ഇവിടേക്ക് ഇറങ്ങിയാൽ മതി. ഇനി ചിലപ്പോൾ ഓണപ്പരീക്ഷ സിമ്പിളാവും, ക്രിസ്മസ് പരീക്ഷ സിമ്പിളാവും, മോഡൽ എക്സാം സിമ്പിളാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, ബോർഡ് എക്സാം ടൈറ്റ് ആയിരിക്കും. അതിപ്പോൾ തന്നെ ഉറപ്പിച്ചോ. അതുകൊണ്ട് തലേന്നുള്ള പരിപാടികൾ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു മാസം മുന്നേ തുടങ്ങുന്ന പരിപാടികൾ അത് നമുക്ക് ഉപേക്ഷിക്കാം. അടുത്ത കൊല്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, +2 പക്കയായി പഠിച്ച് സെറ്റാകണം. ഓക്കെ, അതിനു വേണ്ടിതാ നമുക്ക് ഉയരെ ബാച്ച് ഉണ്ട്. നിങ്ങൾ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ ഒരു പരസ്യമാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് മക്കളെ, ഇത് അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ, നിങ്ങൾക്കിത് അഫോർഡബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ആദ്യം മുതൽ തന്നെ സെറ്റായി പഠിച്ച് പോരും. കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെച്ചാൽ മാത്രം മതി. ഇതെന്നെ ഫോളോ ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സിമ്പിളും റിസ്ക്കും ഒക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അത്രയാണ്. അപ്പോൾ ഇനി ടെൻഷൻ ആവരുത് മക്കളെ, ഒരു ടെൻഷനും പാടില്ല കേട്ടോ. ഒരു ടെൻഷനും നമ്മൾ പാടില്ല എന്നുള്ളതാണ് മെയിൻ സംഭവം. ടെൻഷൻ ആവരുത്, അതാണ് നമ്മളുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉയരാനല്ല സഹായിക്കുക, അത് തളരാനാണ് സഹായിക്കുക കേട്ടോ. ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് ഇനിയുള്ള ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാക്സിമം ഇട്. ഞങ്ങളുടെ മാക്സിമം ഇടും. നമുക്ക് രണ്ടുപേർക്കും മാക്സിമം ഇട്ടിട്ട് എക്സാം നല്ല പൊളിയായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഇതാലോചിച്ച് എക്സാം ടഫാവുമെന്ന് ആലോചിച്ച് എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. എക്സാം എന്തായാലും ടഫായാലും സിമ്പിളായാലും നമ്മൾ മീശയെ മുറിക്കും കേട്ടോ, നമ്മൾ അടിപൊളിയാക്കി എഴുതും. ഓക്കെ, അപ്പോൾ ബൈ.